ഇന്ന് ബീഞ്ചേട്ടൻ വീട്ടിലുണ്ടായിരുന്ന ദിവസമായിരുന്നു. അങ്ങനെ പണികളെല്ലാം നേരത്തെയൊക്കെ കഴിഞ്ഞ് ബോറടിച്ചിരിക്കുമ്പോഴേ ബീഞ്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഞാവൽപ്പഴം പറിക്കാൻ പോയായിരുന്നു. ഞാനും പറഞ്ഞു ഞാവൽപ്പഴം തിന്നിട്ടും കുറേ കാലമായി, നമുക്ക് ഞാവൽപ്പഴം പറിക്കാൻ പോലെന്ന് പറഞ്ഞാൽ വേഗം തന്നെ വേഗം റെഡിയായി ഞങ്ങൾ ഞാവൽ മരത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വണ്ടിയിലാണ് വന്നത്. അങ്ങനെ മരം അത്യാവശ്യം ഒരു തോടിൻ്റെ വക്കത്തായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെയുള്ള മരമായിരുന്നു. മരം കാണേണ്ട താമസം ബീഞ്ചേട്ടൻ നമ്മൾ ചാടിപ്പൊത്തി കയറി. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു മരം കയറിയിട്ട്. അങ്ങനെ ബീഞ്ചേട്ടൻ മുകളിൽ നിന്ന് ഞാവൽപ്പഴം ഇങ്ങനെ പറിച്ചിട്ടു. താഴെ വീഴാതെ ഞങ്ങൾക്കത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് തന്നു. അങ്ങനെ ഹെൽമെറ്റ് കൊണ്ട് ഇങ്ങനെയും കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ അവിടെ തന്നെ വെച്ചിരുന്ന് തിന്നു. നല്ല പുളിപ്പും ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല പുളിപ്പായിരുന്നു. അത് ഞങ്ങൾ ഒരു കൊലയൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ പറിക്കണം കേട്ടോ. അവിടെ ആൾക്കാരുകൾ പറിക്കാൻ കൂടിയപ്പോൾ ഞങ്ങളത് മതിയാക്കി ഇങ്ങോട്ട് ഇട്ടിട്ട് പോന്നു. കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഞാവൽപ്പഴമൊക്കെ കഴുകി വെടുപ്പാക്കി ഞങ്ങളൊക്കെ തിന്നു. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ഞാവൽപ്പഴം. അപ്പോൾ പിന്നെ അമ്മയും അത് കഴിക്കാനിരുന്നു. അടിച്ചു വാരിനടുത്തുനിന്ന് ഓടിപ്പോയി കഴിച്ച അമ്മ വന്നു. അങ്ങനെ ഞാനും വീട്ടിലെത്തിയിട്ട് ഞാനും വീണ്ടും തിന്നാൻ തുടങ്ങി. മുടിയൊക്കെ വലിച്ച് ഭയങ്കര ചൂടായിരുന്നു. ഞാവൽപ്പഴം പറിക്കാൻ പോയടത്തൊക്കെ നല്ല വെയിലാണ്. അങ്ങനെ മുടിയൊക്കെ വലിച്ചു കെട്ടി ഞാനും അവിടെ നിന്ന് വീണ്ടും തിന്നാൻ തുടങ്ങി. അങ്ങനെ അന്യൂസിനും ലച്ചൂസിനും ഒന്നും ഇഷ്ടമായില്ല. എന്നാലും അവർ ഓരോന്ന് തിന്നിട്ട് നാക്ക് ഇങ്ങനെ കാണിച്ചു തരില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഞാവൽപ്പഴ കഥ. നിങ്ങൾ ഓക്കെ ബായ്.